അപ്പോൾ ഇവിടെ എന്താ? സാത്താൻ്റെ പള്ളി, സാത്താൻ്റെ സഭയുണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ സഭയുണ്ട്, ക്രിസ്തുവിൻ്റെ സഭയുണ്ട്. ക്രിസ്തുവിൻ്റെ സഭയിലെ സ്നാനം ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരമുള്ള കർത്താവായ യേശു ക്രിസ്തു നാമത്തിലായിരിക്കും. അവിടെ മരണടക്ക ശുശ്രൂഷയും വിവാഹ ശുശ്രൂഷയും എല്ലാം നിങ്ങൾ നോക്കൂ. ഇന്നത്തെ ഏതെങ്കിലും കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ള ഏതെങ്കിലും സഭ, യേശുനാമ സഭകൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് വചനങ്ങൾ തെറ്റായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. യേശുനാമ സഭ, ഞാൻ അതിൽപ്പെട്ട ആളല്ല. ഓക്കെ, ഞാൻ അപ്പോസ്തലരുടെ വിശ്വാസത്തോടുകൂടി ഈ കാലത്ത് ദൈവത്തിൻ്റെ വെളിപ്പാടിനാൽ തുടങ്ങിയ ഒരു സഭയാണ്. ഏതെങ്കിലും സഭ നിങ്ങൾ പോകുന്ന കല്യാണം നോക്ക്, വിവാഹം അവർ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. എല്ലാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. പിതാവ് നാമമല്ല, പുത്രൻ നാമമല്ല, പരിശുദ്ധാത്മാവെന്ന നാമമല്ല. അപ്പം ഈ നാമമല്ലാത്ത 3 വാക്ക് എന്തുകൊണ്ട്? കൊലോസ്യർ 3:17 സ്വർഗത്തിൽ നമുക്ക് വചനമായി തന്നു. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തെ എന്ത് പറഞ്ഞെങ്കിലും പിശാച് നോക്ക്, ഇതെല്ലാം പിശാചിന്റെ പുരോഹിതന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായ നിങ്ങൾക്കത് പിടികിട്ടും. നിങ്ങൾ ചെന്ന് അവരോട് ഇത് പറഞ്ഞു നോക്കൂ. അവരുടെ ഉള്ളിലെ ഭൂതകളവെന്ന് അപ്പോഴും കാണാം. വലിയ ദേവദാസന്മാരെ, പണ്ഡിതന്മാരെ, വർഷങ്ങളോളം കണക്കിന് പഠിച്ചിട്ട് സഭയുടെ തലപ്പത്ത് നിൽക്കുന്നവർ കറക്റ്റ് പിശാച് ഉപയോഗിക്കുന്നവരാ. അല്ലെങ്കിൽ ഇത്രത്തോളം ഘോരം പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റൊന്നുമില്ല, എല്ലാം മുഴങ്കാലം കർത്താവിൻ്റെ നാമത്തിൽ മടങ്ങും, യേശുവെ അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന അതേ അവരുടെ മുമ്പിൽ തന്നെ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം വേണമെന്ന് പറഞ്ഞു നോക്കും. ഉള്ളിലെ ഭൂതം അപ്പോഴും അറിയാം പുറത്ത് ചേർന്നത്. ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. ഓക്കെ, അപ്പോൾ ആ സഭ സാത്താൻ്റെ പള്ളി. അപ്പോൾ രണ്ടാമത്തെ സഭാകാലം വെച്ചാൽ അത് പിന്നത്തേൽ കത്തോലിക്ക സഭ ആവുന്നുണ്ട്.